ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, കുറച്ച് ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങി. നല്ല മഴയായിരുന്നു, അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും. അപ്പോൾ നമ്മളങ്ങനെ പോയി. കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇറങ്ങിയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ബ്ലോക്ക്, എറണാകുളം അല്ലേ സെൻറ്റർ. അപ്പം നമുക്ക് പോയിട്ട് കുറച്ച് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ പോകണമുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ പക്ഷെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പോകാറുള്ള ഷോപ്പാണ് നമ്മുടെ കരപ്പള്ളിയിലാണ് കലൂരുള്ളത്. അപ്പോൾ നമ്മളവിടെ പോയി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളിലേക്ക് പിള്ളേർക്കും കൊടുത്തു വിടാം. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈവനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് സ്നാക്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ കടയിൽ വന്നതാണ്. അവിടെ എപ്പോഴും ഉള്ള പോലെ തന്നെ തണ്ണിമത്തൻ, അതുപോലെ തന്നെ ചക്ക, ആപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. ഈ കട കണ്ട ചക്കയിലേക്കായിരുന്നു. പിന്നെ ചക്ക തിന്ന് നിൽക്കുന്നതുകൊണ്ടും മതിയായതുകൊണ്ടും പിന്നെ ചക്കയൊന്നും എടുത്തില്ല. ഈ പ്രാവശ്യം കുറേ ചക്കയൊക്കെ കിട്ടിയായിരുന്നു. ചക്കയൊക്കെ അധികം തിന്നു. അപ്പോൾ കൊതിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചക്കയൊന്നും എടുത്തില്ല. പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, ആപ്പിളുണ്ടായിരുന്നു, റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു പപ്പായ എടുത്ത് നല്ല പഴുത്ത് നോക്കി എടുത്തു. പിന്നെ വേറൊന്നും എടുത്തപ്പോഴേക്കും അത് കുറച്ച് ചീഞ്ഞതായിരുന്നു. പിന്നെ അതൊന്നും എടുത്തില്ല. അങ്ങനെ പിന്നെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ എടുത്തില്ല. കാര്യം ഓൾറെഡി വാപ്പിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ മേടിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം എടുത്തില്ലെങ്കിൽ അത് ഇതായി പോകുന്നില്ല. ഇപ്പോൾ കുറച്ച് നമ്മൾ മേടിക്കാറുള്ളൂ. അപ്പം വെജിറ്റബിൾസൊക്കെ കുറച്ചൊക്കെ മേടിക്കുകയുള്ളൂ. അധികം അങ്ങനെ ആരും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയൊക്കെ കുറച്ചാണ് എപ്പോഴും മേടിച്ച് സ്റ്റോർ ചെയ്യാറ്. അങ്ങനെ പിന്നെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തില്ല, ഗ്യാസേ. അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ നേരെ വീട്ടിലെത്തിയപ്പോൾ എപ്പോഴും നമ്മളെ കാവലിന് എപ്പോഴും ഉണ്ടാവും. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ ഒരാൾ പുറത്ത് വരും. ഇന്നെന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, മിഠായി ആണോ, ലേസാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാത്തു നിൽക്കും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഓൾറെഡി ഷോപ്പിൽ നിന്ന് ഒരു അവക്കാഡോയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വേഗം കൊടുത്ത് ആളപ്പം തന്നെ പൊട്ടിച്ചത് കുടിച്ച് ആക്കും സമാധാനമായി. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കയറി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ പിന്നെ പഠിക്കാനിരുത്തും. കാര്യം ഹോംവർക്ക് കാര്യങ്ങളും അതുപോലെ തന്നെ എഴുതാനുള്ളതൊക്കെ എഴുതിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് വേഗം കിടത്തി ഉറക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മലയാളമായിരുന്നു. അപ്പോൾ ലാ പറയുമ്പോൾ മായ എഴുതുമ്പോഴേക്കും നായ എഴുതും. അങ്ങനെയാണ്. പിന്നെ ആ അക്ഷരം ഈ അക്ഷരം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പിന്നെ രാത്രിയായി. ഇപ്പോൾ ദോശയായിരുന്നു. നമുക്ക് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ബീഫ് റോസ്റ്റും ആയിരുന്നു. ദോശ നല്ല മൊരിയിച്ച് നെയ്യൊക്കെ പരട്ടി കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ 2 പേരും നല്ല രീതിയിൽ കഴിക്കും. അപ്പോൾ അങ്ങനെ സാമ്പാറൊക്കെ വെച്ചത് ചൂടാക്കി. അതുപോലെ തന്നെ ദോശ ഉണ്ടായിരുന്നു. ദോശയൊക്കെ ചുട്ട് ബീഫ് റോസ്റ്റും അങ്ങനെ ബീഫ് നല്ല രീതിയിൽ വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും അതുപോലെ തന്നെ സാമ്പാറും ബീഫും ഒക്കെ ആയിട്ട് അവർക്ക് 2 പേർക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് കെട്ടിക്കിടത്തി ഉറക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 2 പേർക്കും ആദ്യമേ കൊടുത്തു. പൊതുവേ ചിക്കനും ബീഫൊക്കെയാണ്, നോൺ വെജ്ജാണ് കൂടുതൽ താല്പര്യം. പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കും, എന്നാലും ഇതിനോടാണ് ചിക്കനൊക്കെയാണ് കൂടുതൽ താല്പര്യം ബീഫിനേക്കാളും. വറുത്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കഴിച്ചോളും. അങ്ങനെ പിന്നെ ദോശയും സാമ്പാറും ബീഫ് റോസ്റ്റൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ കഴിയും കഴിഞ്ഞാൽ ഞങ്ങളും കഴിച്ച് അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി.